ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 1990 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ ദ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ദ 8th ലോകസഭ. നമുക്കറിയാം 1990 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് 8th ലോകസഭയിൽ ചോദിച്ചു. അതിന് ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ്. VP സിംഗ് ആണ് അന്നത്തെ ഓപ്പോസിഷൻ ലീഡർ. ഇന്നത്തെ നമുക്കറിയാം, ഇന്നത്തെ ലോക്സഭ എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 18ാമത്തെയാണ്. 18th ലോകസഭയാണ്, 18ാമത്തെ ലോക്സഭയാണ്. ആരാണ് ഓപ്പോസിഷൻ ലീഡർ? നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ്, അല്ലേ? രാഹുൽ ഗാന്ധിയാണ് ഓപ്പോസിഷൻ ലീഡർ. ഓർത്തിരിക്കുക, 18ാമത്തെ ലോക്സഭയാണ്. അതാണ് നമുക്ക് അങ്ങനെ കണ്ടോ, അവർ ചോദിച്ചു കണ്ടോ, 8th ലോക്സഭ. അപ്പൊ 18th ലോക്സഭയാണ് നിലവിലത്തെ. ഓക്കെ, അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ബൂത്ത് ക്യാപ്ചറിങ്. ബൂത്ത് ക്യാപ്ചറിങ് നമുക്കറിയാം UPSCയുടെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? അപ്പൊ കുറച്ച് 1990 ആണ്. അപ്പൊ നമുക്കും PSC ഏകദേശം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൂത്ത് ക്യാപ്ചറിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇലക്ഷന്റെ ഇതുമായിട്ട് നമ്മൾ കേട്ടിരിക്കുന്നതാണ്. ബൂത്ത് ക്യാപ്ചറിങ്, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ബൂത്ത് പിടിച്ചെടുക്കൽ, ബൂത്ത് കൊള്ളയടിക്കൽ എന്നൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. 2, 3 and 4 കറക്റ്റ്. 2, 3, 4 കറക്റ്റ് ആണ്. 2, 3, 4 കറക്റ്റ്. എന്താണ് പറയുന്നത്? നമുക്കറിയാം, ആദ്യത്തെ പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് 2, 3 ആട്ടോ കറക്റ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ആണ് കറക്റ്റ്. 2ഉം 3ഉം 4ഉം ആണ് കറക്റ്റ്. It includes the seizure of and taking possession of a polling booth to prevent the orderly conduct of elections. എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുപ്പ് ക്രമാനുഗതമായി നടത്തുന്നത് തടയുന്നതിനായി ഒരു പോളിംഗ് ബൂത്ത് പിടിച്ചെടുക്കുന്നതും കൈവശപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ബൂത്ത് ക്യാപ്ചറിങ്, ഒരു പോളിംഗ് ബൂത്ത് പിടിച്ചെടുക്കുന്നതും കൈവശപ്പെടുന്നതൊക്കെ, അത് തിരഞ്ഞെടുപ്പ് എന്താണ് തടയാൻ വേണ്ടി, അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ കമ്മിറ്റഡ് വെൻ എനി ഇലക്ടർ ഇസ് ത്രെട്ടൻഡ് ആൻഡ് പ്രിവെന്റഡ് ഫ്രം ഗോയിങ് ടു ദ പോളിംഗ് സ്റ്റേഷൻ ടു കാസ്റ്റ് ഈസ് വോട്ട്. അതായത് വോട്ട് ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതും ഇതിനകത്ത് വരുന്നു. ഒരു വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് സ്റ്റേഷനിൽ പോകുന്നതിൽ നിന്ന് ഏതെങ്കിലും ഇലക്ടറെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്യുന്നത്, അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ബൂത്ത് ക്യാപ്ചറിങ്ങിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്? It has been declared a constable offense punishable by imprisonment. തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമായ കുറ്റമായാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പല സ്റ്റേറ്റ്സിലെയും കണ്ടേക്കുന്നതാണ് പോളിംഗ് ബൂത്തിലൊക്കെ കയറി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ബൂത്ത് ക്യാപ്ചറിങ്ങിനകത്ത് ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട്സ് ആണ്. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അവർ കൊടുത്തിരിക്കുന്നത് 45ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 കറക്റ്റ്ലി മാച്ച്ഡ്. ആദ്യം തന്നിരിക്കുന്ന 52nd ആണ്. 52nd അമെൻഡ്മെന്റ് നോക്കിക്കേ. ദ 52nd അമെൻഡ്മെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ആന്റി ഡിഫെക്ഷൻ ലോ ആണല്ലേ, കൂറുമാറ്റ നിരോധന നിയമമാണ്. അത് പാസ് ചെയ്തത് 1985 നിലവിൽ വന്നത് 2002 ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ 56th ആണ്. അതെന്താ പറയുന്നത്? ഗ്രാൻഡ് സ്റ്റേറ്റ്ഹുഡ് ടു ഗോവ 1987 പാസ് ചെയ്ത്. അതും അവിടെ കറക്റ്റ് ആണ്. 56th ഏതാണ് ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ്ഹുഡ് ഫോർ ഗോവയാണ്. 59th എന്താ പറഞ്ഞിരിക്കുന്നത്? The 59th Amendment of the Indian Constitution was passed in 1988 It gave central government the power to impose an emergency in Punjab if it is deemed it necessary. പഞ്ചാബിലെ എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. The amendment also allowed the president's rule to be extended for up to 3 years. President's rule 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു അമെൻമെന്റും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 59 അതും കറക്റ്റ് ആണ്. ഏതാണ്? 59 എമർജൻസി ഇൻ പഞ്ചാബ്. അടുത്തത്
62nd റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഇൻ സർവീസസിൽ അവരുടെ റിസർവേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 62nd നോക്കാം. 62nd അമെന്റ്മെന്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇത് അതല്ല. Extend the reservation of seats for scheduled caste and scheduled tribes in the Lok Sabha and state assemblies by 10 years. അതായത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ട്രൈബിനും അവരുടെ എക്സ്റ്റൻഷൻ ആണ് റിസർവേഷൻ, അല്ലാണ്ട് സർവീസസിന്റെ ഇതല്ല കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. അപ്പൊ ഏതൊക്കെയാണ് ശരി? നമ്മൾ കണ്ടു 1, 2, 3 1, 2, 3. 52nd ശരിയാണ്, 56th ശരിയാണ്, 59th ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് were set up to decentralize planning to village level. നമ്മൾ കണ്ടതാണ്. വില്ലേജ്, ബ്ലോക്ക് അങ്ങനെ പറഞ്ഞത് ഡിവൈഡ് ചെയ്ത് പോകുന്നു നമ്മൾ കണ്ടതാണ്. വില്ലേജ് പഞ്ചായത്ത്സ് ആർ ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഹാവ് എ പ്രോപ്പർ അപ്രിസിയേഷൻ ഓഫ് ദെയർ ഡെവലപ്മെന്റൽ നീഡ്സ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്. ഓക്കെ, ഇനി അടുത്തത് 59. അതായത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദ പാർലമെന്റ്. എന്താണ് നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ? പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിക്കുന്നത്, അവിശ്വാസ പ്രമേയം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 and 4 ആർ കറക്റ്റ്. 2ഉം 4ഉം കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, കാരണം അവിശ്വാസ പ്രമേയം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ന്യൂസിലൊക്കെ കാണാറുള്ളതാണ്. എന്താണ് അവിശ്വാസ പ്രമേയം? സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭൂരിപക്ഷത്തെയും ഭരിക്കാനുള്ള കഴിവിനെയും വെല്ലുവിളിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കുന്ന പാർലമെന്ററി പ്രക്രിയയാണ് അവിശ്വാസ പ്രമേയം. പ്രമേയം പാസ്സായാൽ സർക്കാർ രാജിവെക്കണം. അപ്പൊ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവിടെ ഓപ്പോസിഷൻ, പ്രതിപക്ഷം, അവർ കൊണ്ടുവരുന്നതാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആർക്കാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ സാധിക്കുക? സംസ്ഥാനങ്ങളിൽ നിയമസഭയിലും പാർലമെന്റിൽ ലോക്സഭയിലും മാത്രമാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. അത് ഇമ്പോർട്ടന്റ് ആട്ടോ. സംസ്ഥാനങ്ങളിൽ നമുക്ക് നിയമസഭകളിലും അവതരിപ്പിക്കാം. നമ്മുടെ പാർലമെന്റിലേക്ക് പോകുമ്പോൾ ലോക്സഭയിലാണ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത്. രാജ്യസഭ പോസിബിൾ അല്ല. സഭയിലെ ഏതൊരു അംഗത്തിനും പ്രമേയം അവതരിപ്പിക്കാനും ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ സഭയിലെ 50 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. എത്രയാണ്? 50 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. ആ സഭയിലെ ആർക്ക് വേണമെങ്കിലും അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അവതരിപ്പിക്കുക? അവിശ്വാസ പ്രമേയം രേഖാമൂലമുള്ളതായിരിക്കണം. കൂടാതെ ആരാണോ പ്രമേയം അവതരിപ്പിക്കുന്നത് അവർ ഒപ്പുവെക്കുകയും വേണം. സഭ ചേരുന്ന ഏതു ദിവസവും പ്രമേയം ലോക്സഭാ സ്പീക്കർക്ക് സമർപ്പിക്കാം. ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ലോക്സഭാ സ്പീക്കർക്കാണ്. ഇത് കഴിഞ്ഞാൽ, അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രമേയം ചർച്ച ചെയ്യണമോ എന്നത് സംബന്ധിച്ച് സ്പീക്കറാണ് തീരുമാനമെടുക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സ്പീക്കർക്കാണ് സമർപ്പിക്കുന്നത്. പ്രമേയം സ്പീക്കർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏത് ദിവസം പ്രമേയത്തിൽ മേൽ ചർച്ച നടത്തണമെന്ന് സംബന്ധിച്ച് തീരുമാനം എടുക്കും. ലോക്സഭാ ചട്ടം 198 അനുസരിച്ച് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കും. അപ്പൊ ലോക്സഭാ ചട്ടം 198 ആണ് അവിടെ വരുന്നത്. ചർച്ച എങ്ങനെയാണ് നടക്കുന്നത്? ആരാണോ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയത് അവർ പ്രമേയം വായിക്കുകയും ഭരണപക്ഷം അതിന് മറുപടി നൽകുകയും ചെയ്യും. പ്രതിപക്ഷ അംഗങ്ങൾക്കും പ്രതികരിക്കാൻ അവസരം ലഭിക്കും. അപ്പൊ ഏതൊരു മെമ്പറിന് വേണമെങ്കിലും ഓപ്പോസിഷനുള്ളത് അവതരിപ്പിക്കാൻ സാധിക്കും. അവരത് അവതരിപ്പിക്കുമ്പോൾ, അവിടെ വായിക്കുമ്പോൾ ഭരണപക്ഷം അതിന് മറുപടി കൊടുക്കണം. പ്രതിപക്ഷത്തിന് അവിടെ പറയാനുള്ള ഇതുണ്ട്. വോട്ട് എങ്ങനെയാണ്? പ്രമേയത്തിൽ മേൽ ചർച്ച പൂർത്തിയാൽ വോട്ടെടുപ്പ് നടക്കും. ശബ്ദ വോട്ട്, തലയെണ്ണൽ, ബാലറ്റ്, അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ പ്രമേയം പാസ്സാകും. പ്രമേയം പാസ്സായാൽ സർക്കാർ രാജിവെക്കേണ്ടി വരും. പരാജയപ്പെട്ടാൽ സർക്കാരിന് തുടരാൻ സാധിക്കും. ഇതുവരെ ലോക്സഭയില് 27 എണ്ണമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1963 അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് എതിരെയാണ് ആദ്യത്തെ അവിശ്വാസ പ്രമേയം വരുന്ന 1963 പിന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ 15 പ്രാവശ്യം വന്നു. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി, PV നരസിംഹറാവു 3 പ്രാവശ്യവും, അടൽ ബിഹാരി വാജ്പേയി സർക്കാർ, ഒരു പ്രത്യേകതയുണ്ട്, 1999 അവിശ്വാസ പ്രമേയം നേരിട്ടിരുന്നു. അന്ന് ഒരു വോട്ടിന് സർക്കാർ താഴെ വീണു. കണ്ടോ, 269, 270, ഒരു വോട്ടിന് അന്ന് വീണത്. പിന്നെ മോദി സർക്കാരിന്റെ 2018 ഒരെണ്ണം വന്നായിരുന്നു.
ഓക്കെ, അപ്പൊ ഇതാണ് അവിശ്വാസ പ്രമേയം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 2ഉം 4ഉം ആണ്. 2ഉം 4ഉം കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ കോൺഫിഡൻസ് മോഷൻ, ദർ ഇസ് നോ മെൻഷൻ ഓഫ് എ നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആക്ച്വലി അത് കറക്റ്റ് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കറക്റ്റ് ആണ്. അതായത് നമ്മുടെ നോ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് മെൻഷൻ ദ ടൈം നോൺ കോൺഫിഡൻസ് മോഷൻ, അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കറിയാം 1990-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ ഡിലീറ്റ് ആയി പോയ ക്വസ്റ്റ്യൻ ആയിരിക്കാം അത്. ദ പ്രൊസീജിയർ ഫോർ എ നോൺ കോൺഫിഡൻസ് മോഷൻ ഇസ് ഔട്ട്ലൈൻഡ് ഇൻ റൂൾ 198 ഓഫ് ദ ലോക്സഭ റൂൾസ്. ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ലോക്സഭാ ചട്ടം 198-ലാണ് ഇത് വരുന്നത്. അപ്പൊ നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്ന ആ ടേം എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ദർ ഈസ് നോ മെൻഷൻ ഓഫ് എ നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാണ്, പക്ഷെ ഒരു ആൻസർ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഇത് കറക്റ്റ് ആണ്. അതായത് പീരീഡ് ഓഫ് 6 months മസ്റ്റ് എലാപ്സ് ബിറ്റ്വീൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ നോൺ കോൺഫിഡൻസ് മോഷൻ ആൻഡ് ദ അതർ. ഒരെണ്ണം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ അത് വേണം. പിന്നെ നമ്മൾ കണ്ടു അറ്റ്ലീസ്റ്റ് 50 അല്ല 50 പേര് അല്ലെ, 50 പേരുടെ സപ്പോർട്ടാണ് വേണ്ടത്, 50 പേരുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് അത് അവിടെ തെറ്റാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം അവർ കൊടുത്തിട്ടുണ്ട്, എ മോഷൻ ഓഫ് നോൺ കോൺഫിഡൻസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലോക്സഭ ഒള്ളി. ലോക്സഭയിൽ മാത്രമല്ല സംസ്ഥാന നിയമസഭകളിലും ഇത് അവതരിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ പാർലമെന്റ് എന്ന് അവർ എടുത്തു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എ നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദ പാർലമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ശരിയാണെന്ന് കൺസിഡർ ചെയ്യാം. പക്ഷെ ഫസ്റ്റും ശരിയാണ്, ശരിക്കും 1ഉം 2ഉം 4ഉം ഇവിടെ കറക്റ്റ് ആണ്. പക്ഷെ അവര് 2 and 4 എന്നാണ് കറക്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1990-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ചിലപ്പോൾ വല്ല ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻ ആയിരിക്കാം. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർലമെന്റർ ഓർ എ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്യാൻ ഡിക്ലെയർ എ സീറ്റ് വേക്കന്റ് ഇഫ് എ മെമ്പർ അബ്സ്റ്റെയിൻസ് ഹിംസെൽഫ് വിത്തൗട്ട് പെർമിഷൻ ഫ്രം ദ സെഷൻസ് ഫോർ അറ്റ്ലീസ്റ്റ്. അതായത് എന്താണ്, നമുക്കറിയാം അതായത് ഒരു പാർലമെന്ററോ, അതായത് പാർലമെന്റില് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു മെമ്പർ ക്യാൻ ഡിക്ലെയർ എ സീറ്റ് വേക്കന്റ്, സീറ്റ് വേക്കന്റ് ആയിട്ടിടാം. എപ്പോഴാണ്, ഇഫ് എ മെമ്പർ അബ്സ്റ്റെയിൻസ് ഹിംസെൽഫ് വിത്തൗട്ട് പെർമിഷൻ ഫ്രം ദ സെഷൻസ് ഫോർ അറ്റ്ലീസ്റ്റ്. അതായത് ഒരംഗം സെഷനുകളിൽ നിന്ന് അനുവാദമില്ലാതെ വിട്ടു നിൽക്കുകയാണെങ്കിൽ, എത്ര നാളത്തേക്ക് വിട്ട് നിൽക്കുകയാണെങ്കിൽ, ഉത്തരം ഓപ്ഷൻ ബി ആണ്, 60 days, 2 മാസം. അതായത് ഒരംഗം സെഷനുകളിൽ നിന്ന് അനുവാദമില്ലാതെ വിട്ടു നിൽക്കുകയാണെങ്കിൽ, ഇഫ് എ മെമ്പർ അബ്സ്റ്റെയിൻസ് ഹിംസെൽഫ് വിത്തൗട്ട് പെർമിഷൻ ഫ്രം ദ സെഷൻസ് ഫോർ അറ്റ്ലീസ്റ്റ്, 60 ദിവസം വിട്ട്, അതായത് 2 മാസം വിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സീറ്റ് അവിടെ ഡിക്ലെയർ ചെയ്യും, വേക്കന്റ് ആണെന്ന്. പാർലമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആയിക്കോട്ടെ, ആ സീറ്റ് അവിടെ വേക്കന്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യും. 2 മാസം 60 days ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. The value of a vote of a member of the parliament for the election of the president of India is determined by dividing the, അതായത് നമുക്കറിയാം പ്രസിഡന്റിന്റെ election, അതിനകത്ത് ഒരാളുടെ വാല്യൂ ഓഫ് വോട്ട്, വാല്യൂ ഓഫ് എ വോട്ട് ഓഫ് എ മെമ്പർ ഓഫ് ദ പാർലമെന്റ് ഫോർ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, അതെങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ ഉത്തരം കൊടുത്തിരിക്കുന്നത്, ഉത്തരം ഓപ്ഷൻ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പർട്ടിക്കുലർ സ്റ്റേറ്റ്സ് പോപ്പുലേഷൻ ആസ് പെർ ദ ലേറ്റസ്റ്റ് സെൻസസ് ബൈ ദ, അതായത് സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ, ഏറ്റവും ലാസ്റ്റ് നടന്ന സെൻസസ് ഏതാണ് അത് പ്രകാരം ആ സ്റ്റേറ്റിന്റെ പോപ്പുലേഷനെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഇലക്ടഡ് ഫ്രം ദാറ്റ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട് ചെയ്തിരിക്കുന്ന എന്തോരം മെമ്പേഴ്സ് ഉണ്ട് അവരും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും നമുക്കറിയാം പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആർക്കൊക്കെ വോട്ട് ചെയ്യാം, ലോക്സഭ വരും, രാജ്യസഭ വരും, അവിടുത്തെ എലക്ടഡ് മെമ്പേഴ്സ്, തിരഞ്ഞെടുത്ത മെമ്പേഴ്സ് ആണ് അവിടെ വരുന്നത്. പിന്നെ സംസ്ഥാന നിയമസഭകളെയും സ്റ്റേറ്റ് അസംബ്ലീസിലെയും അവിടെ വരും. അപ്പൊ ദ ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ബൈ ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ 2 houses ഓഫ് ദ പാർലമെന്റ്, അതാണ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കിട്ടിയത്. ദ വാല്യൂ ഓഫ് എ വോട്ട് ഓഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ഫോർ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻഡ് ചെയ്യുന്നത്, ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ MLAs ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. നമുക്കറിയാം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അവരുടെ ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. അതായത് എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭയും വരും ലോക്സഭയും വരും, രണ്ടും വരും.
അപ്പൊ ഇതിന്റെ ആൻസർ അവർ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആൻസർ കീസ് ചെക്ക് ചെയ്തപ്പോഴും എല്ലാത്തിനും ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വരുന്നത് നമുക്കറിയാം. അതിന്റെ ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലെയും അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എലക്റ്റഡ് മെമ്പേഴ്സ് ആണ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ താഴെ അത് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടും. അവരുടെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ലോക്സഭ രാജ്യസഭ എലക്റ്റഡ് മെമ്പേഴ്സും വരും, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലെ എലക്റ്റഡ് മെമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അവരുടെ ഇതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് പോപ്പുലേഷന്റെ ഇതിന്റെ ബേസിൽ അല്ല അവിടെ പോകുന്നത്. ശരിക്കും ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസും പിന്നെ 2 ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ആണ് എക്സ്പ്ലനേഷനകത്ത് കിട്ടിയത്. പക്ഷെ ആൻസർ കൊടുത്തിരിക്കുന്ന ഇതാണ്. പക്ഷെ 1990-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഒരു പക്ഷേ ഡിലീറ്റ് ആയി പോയത് ആയിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. The President of India enjoys special powers and privileges under the Constitution. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്കറിയാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ അവിടെ ഫോൾസ് ആണ്. കാരണം ഇക്വാലിറ്റി ബിഫോർ ലോ അങ്ങനെ ഒരു ഇത് അവിടെ വരുന്നില്ല. പക്ഷെ ആർ അവിടെ ശരിയാണ്. കാരണം എന്താണ്, നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റിന് കുറച്ച് സ്പെഷ്യൽ പവേഴ്സും പ്രിവിലേജസ് ഒക്കെ നമ്മുടെ പ്രസിഡന്റ് എന്താണ് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ 1990-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഒരുപാട് സ്ഥലത്ത് ഈ ക്വസ്റ്റ്യൻസ് നോക്കി എല്ലാ സ്ഥലത്തും ഇതിന്റെ ആൻസർ ഡി എന്നും മറ്റേന്റെ ആൻസർ എ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഡിലീറ്റ് ആയി പോയതാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ അത് കമന്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് 1990-ലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല രീതിയിലൊക്കെ ഈ അവിശ്വാസ പ്രമേയമൊക്കെ നമ്മളിപ്പോൾ കാണുന്നതാണ് അല്ലെ, നമ്മൾ ഉറപ്പായിട്ടും അതൊക്കെ നോക്കേണ്ടതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.